നിങ്ങളെല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരല്ലേ? അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനോ പോണ സമയത്ത് അതിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് ഫോട്ടോയ്ക്ക് ചിരിക്കാത്ത ആൾക്കാർ. നമ്മൾ പറയും, എടാ ഒന്ന് ചിരിക്കടാ, ഞാൻ ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ഇരിക്കും. എന്നാൽ ഞാനിന്ന് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതുകൊണ്ട് ചിരിക്കാത്ത കുട്ടികളെ ആണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്ന വേറെയും കുറേ ഫീച്ചേഴ്സൊക്കെ ഈ ആപ്ലിക്കേഷനിലുണ്ട്. അതായത് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ചിരിക്കാതെ ഇരിക്കുന്ന ആളെ നമുക്ക് ചിരിപ്പിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്, അതിൽ എങ്ങനെയാണ് ചിരിപ്പിക്കാത്ത ആളിനെ ചിരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കണും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഇത് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് എന്നോ കൊടുത്തിട്ടുണ്ടാകും. അവിടെ ബ്ലൂ നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അതിൽ വേറെയും കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം അപ്സെറ്റ് ആൾ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ട്യൂട്ടോറിയലാണ്. ഇവിടെ ഗാലറി പെർമിഷൻ ഇത് അലോ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ പെർമിഷൻ വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഡൗൺലോഡാണ് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളെ പർച്ചേസിൻ്റെ ഓപ്ഷൻ കാണിക്കും. പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്താലും കുറേ ഓപ്ഷൻ കിട്ടും. പക്ഷേ പർച്ചേസ് ചെയ്യാതെ നമുക്ക് ഈ ഓപ്ഷനൊക്കെ ലഭിക്കുന്നതുമാണ്. ഇപ്പോൾ ഞാൻ ഗാലറി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗാലറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ചിരിക്കാത്ത ഫോട്ടോ ഞാൻ എടുത്തതാണ്. ഈ ഫോട്ടോയെ ഞാൻ ചിരിപ്പിക്കാൻ പോവുകയാണ്. ശേഷം ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്തു. നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം എഗ്രി എന്ന് കൊടുക്കുക. ശേഷം കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയാണ് ഞാൻ എടുത്തത്. ഇവിടെ നിങ്ങൾക്ക് സ്മൈൽസ് എന്നൊരു ഓപ്ഷൻ കാണും. സ്മൈൽസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ചിരിക്കുന്ന ഫോട്ടോ എടുക്കുക. ഇവിടെ ബാക്കിയെല്ലാം പ്രോ ആണ്. ഇത് മാത്രമേ ഫ്രീ വേർഷനിൽ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ. ഞാൻ ചിരിക്കുന്നില്ല. ഇനി ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ചിരിപ്പിക്കാത്ത പിള്ളേരെ വേണമെങ്കിൽ ചിരിപ്പിച്ചിട്ട് നിങ്ങളിതെങ്ങനെ സേവ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ സേവ് ബട്ടൺ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗാലറിയിലോട്ട് ഈ ഫോട്ടോ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നതാണ്. ഇനി രണ്ടുപേരുള്ള ചിരിക്കാതെ നിൽക്കുന്ന ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചിരിക്കാത്ത ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ മറ്റൊരു ഓപ്ഷൻ കൂടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഏജ് കൂട്ടേണ്ട ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഇത് ഫ്രീ വെർഷനാണ്. അപ്പോൾ കണ്ടില്ലേ തമാശയായിട്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നിങ്ങളെ വയസ്സായാലും എങ്ങനെയിരിക്കും ഇപ്പോഴുള്ള രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളെ വയസ്സായാൽ എങ്ങനെയിരിക്കും എന്നുള്ളത്. ഇതാണ് ഒറിജിനൽ. ഓക്കെ, ഇത് ചെറുതായിട്ട് മാറിയത്. ഇത് ഒറിജിനൽ. ഇത് ചെറുതായിട്ട് ടീനേജ്
ടീനേജ് 2, ടീനേജ് 3, പിന്നെ ഇത് വയസ്സായത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവും ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ഫിൽട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ബ്ലർ ചെയ്യാം. ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ബ്ലർ ചെയ്യണമെങ്കിൽ സൂം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ബ്ലർ ഒക്കെ ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുഖം മാറ്റേണ്ട ഓപ്ഷനാണ്. ഇതും ഒരുമാതിരി കോമഡി പിടിച്ച ഓപ്ഷനാണ്. ഇതിൽ ഒന്ന് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൂ. കണ്ടില്ല, എൻ്റെ മുഖം മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇതും നിങ്ങൾക്ക് ഇതുപോലെ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടൂളുണ്ട്. അതും കൂടെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഈ വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ഗാലർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഗാലർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പം ഈ പെണ്ണിൻ്റെ ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്തിൽ തന്നെ നോക്കിക്കൊള്ളുക. കണ്ടില്ലേ, ഞാനൊരു പെണ്ണായി. കണ്ടില്ലേ, ഇത് ഫുള്ള് മുടിയുള്ള ഒരു പെണ്ണായി. ഇതാണ് ഒറിജിനൽ എന്ന് പറയുന്നത്. ഇത് ഫുള്ള് മുടിയുള്ള പെണ്ണായി. ഇനി ഇത് അത്യാവശ്യം ഉള്ള ഒരു ചെറുക്കനും ആയി. ഇതുപോലെ നിങ്ങൾക്ക് ആണായിട്ടുള്ളവരെ പെണ്ണാക്കാനും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. തികച്ചും ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈലൈറ്റ്സ്, ഇത് ഹൈലൈറ്റൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനാണ്. മുടിയുടെ ഹെയർ സ്റ്റൈല് എല്ലാം മാറ്റാൻ ഈ ഓപ്ഷൻ സഹായിക്കുന്നതാണ്. വേണ്ടിയിട്ട് എൻ്റെ കണ്ണും പോളയൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വളരെ തമാശ സഹിതം നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ചിരിക്കാത്ത പിള്ളേരെ ചിരിപ്പിക്കാനും ഇനി നമ്മുടെ ആണുങ്ങളെ പെണ്ണുങ്ങൾ ആക്കാനും ഈ ആപ്ലിക്കേഷൻ കൊണ്ട് സഹായിക്കുന്നത് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ഇല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ ചാനൽ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളം ആവശ്യം കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.